ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നതാ ചെറിയൊരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് പറയാൻ മാത്രമല്ല, നമ്മൾ വൈകുന്നേരം മുതൽ രാത്രി വരെ കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. റെസിപ്പിയും വെച്ചാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയും, പിന്നെ നമ്മളെ കുഞ്ഞപ്പമില്ലേ, അണപ്പത്തിൽ നോക്കി പറയുന്നത്, അതും കൂടി ഞാൻ ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോയല്ലോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഞാനിത് ഫസ്റ്റ് തന്നെ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇനി 2 മീഡിയം സൈസ് ഉള്ളിയിലെ അതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വന്നാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടിയിട്ട് അതൊന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യല കേട്ടോ. പിന്നില്ല, നമ്മളെ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ ഇതാ നമ്മളെ തക്കാളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിലല്ല ഉണ്ടാക്കുന്നത്, അതോട് കൂടുതൽ വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കിലോ ബീഫാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും എല്ലാം മിക്സ് ആയിട്ടുള്ള മുളക് പൊടി കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും കരിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചിക്കനല്ല കേട്ടോ, ബീഫ് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി ഇതിലെ ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ബാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ വേവിക്കൽ. എൻ്റെ കുക്കറിൽ ആകെ 4 വിസിൽ ഊതി മതിയേ. പിന്നെ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്കൂളും വിട്ടിട്ട് നമ്മളെ ന്യൂസും അയൽക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അവരെ ചായ കുടിക്കുന്ന പരിപാടി കേട്ടോ. അതിൻ്റെ അടുത്ത് നമ്മളെ ജയാൻകുട്ടനെ ഒപ്പിച്ചിട്ടുള്ള പണിയൊക്കെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈം കേട്ടോ. ഇതും ഞാൻ എടുത്തിട്ടുള്ള കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അവിലാട്ടോ കഴിക്കുന്നത്. നമ്മൾ വൈകുന്നേരം സ്കൂൾ വിട്ടെന്നാൽ ഇങ്ങനെ ആട്ടോ കൊടുക്കൽ. അതിൻ്റെ അടുത്ത് ഞാനും കൂടി ഉണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല മഴയല്ലേ, അതുകൊണ്ട് മഴയും അതിൻ്റെ കൂടെ നല്ല അവിലില്ലേ, ഈ തേങ്ങയും പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചെറിയ പഴവും കൂടി മിക്സ് ആക്കി കഴിക്കുമില്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇനി നമ്മൾ കുഞ്ഞപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പച്ചരിയില്ലേ പുതിർത്ത് വെച്ചിട്ടുണ്ടതിന്. പുതിർത്ത് വെച്ച വെള്ളത്തിൽ അരമണിക്കൂർ വെച്ചതാട്ടോ. ഇനി അത് കഴുകി അതും പിന്നെ 1 അരമുറി തേങ്ങ വേണ്ട കേട്ടോ. അതിൻ്റെ കുറച്ച് തേങ്ങയും പിന്നെ വലിയ ജീരകമില്ല അതും പിന്നെ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി അതും പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി വെച്ച് നല്ലപോലെ അടിച്ചെടുത്തതാട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയില്ലേ, അരിപ്പൊടി, പത്തലെല്ലാം ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അതും ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാവ് വേണ്ടേ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാക്കി എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് പൊടി ഇട്ടുകൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കല കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാൻ വിട്ടുപോലെ കേട്ടോ. ഇത് നമ്മൾ കണ്ണൂരില്ലേ പത്തലിൻ്റെ പൊടിയില്ലേ, പത്തല് നൈസ് പത്തിരിയല്ലോ, ഈ ഒറോട്ടിയെല്ലാം പറയില്ലേ, ഈ ഒരു പത്തലിൻ്റെ പൊടിയാട്ടോ ഇത്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചരിയും പുഴുങ്ങലരിയും ഒപ്പരം മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്നതാട്ടോ. ഇതാവുമ്പോൾ എന്താന്ന് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ അരിപ്പൊടി കേട്ടോ. വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതിനെ കൊണ്ട് തന്നെ നമ്മൾ നൂൽപുട്ടില്ലേ അതൊക്കെ ഉണ്ടാക്കൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മാവ് താഴേക്ക് വീണതാട്ടോ. ഇനി അതൊന്ന് സെറ്റാക്കി മാറ്റി വെച്ച് നമ്മളെ കറിയില്ലേ ഞാൻ വറുത്തരച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത് കുഞ്ഞപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആവുമില്ല, നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ അരിയില്ലേ ചോറ് വെക്കുന്ന അരി, അത് ഇതേപോലെ വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ അരമുറി തേങ്ങയും 1 ഉള്ളിൻ്റെ പകുതിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ വലിയ ജീരകമില്ലേ അതും ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കല കേട്ടോ. ഇത് വറുത്തെടുക്കുമില്ല സ്മെല്ലില്ലേ, വല്ലാത്തൊരു സ്മെല്ലില്ല, നമുക്ക് കൊതി വരും കേട്ടോ. ഇതേപോലെ വറുത്ത് ആ സ്മെല്ല് ഇഷ്ടമില്ല ആരെങ്കിലും ഉണ്ടായിരുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒന്ന്
ഇതിൻ്റെ കളറില്ലേ ഈ ഒരു കളറാകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കട്ടോ. നല്ല പോലെ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫായി ഇതിൻ്റെ ചൂടൊക്കെ മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ആ ടൈം തന്നെ നമുക്കില്ലേ കുഞ്ഞപ്പം ഉണ്ടാക്കണ്ടേ. കുഞ്ഞപ്പം എന്ന് വെച്ചാൽ നമ്മളെ അണപ്പത്തിൽ അത് ഉണ്ടാക്കേണ്ട പരിപാടി കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമില്ലേ, നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവൂലേ, അയാളിപ്പം വരും കേട്ടോ. ഇതാ ഈ ഒരു രീതിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുക. ഇങ്ങനെ ഇതേപോലെ ചെറിയ ഉരുളാക്കിയിട്ട് എടുക്കല കേട്ടോ. വലുതാക്കി എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ലാത്ത പോലെ കേട്ടോ. ചെറിയതാക്കി എടുക്കുമില്ല വേറെ തന്നെ ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോണ്ട് നമ്മളെ ആളില്ലേ, ആരാന്ന് മനസ്സിലായോ, നമ്മളായിരിക്കട്ടെ തന്നെ ആള് വന്നിട്ടുണ്ട്. ആളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ചെറിയ ഇതാക്കി തരാം, അയറ് റോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആള് ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കല കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. പക്ഷേ ഇല്ലേ നമ്മൾ ഈ വൈകുന്നേരം ഇല്ലേ ഈ പരിപാടിയെല്ലാം ആക്കിയാലില്ലേ നമ്മളെ കൂടെ കുട്ടികളും കൂടി ഉണ്ടാവും. അതാകുമ്പോൾ ഇവരെ ഫോണ്, ടാബ്, TV ഈ കളികളെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഞാൻ പൊതുവേ വൈകുന്നേരം കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കാം രാത്രി, അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഇതാകുമ്പം ഇവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ലേ. രാത്രി ആക്കാൻ നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരില്ലേ. അങ്ങനെ ഇതാ ഹൈരിയുണ്ട് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ ഇത് കണ്ടിട്ട് നമ്മളെ നസുക്കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട് കേട്ടോ. ആള് പിന്നെ എപ്പോഴെങ്കിലായിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരൂ. പൊതുവേ ഐരിയ കേട്ടോ, ഐരിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ എല്ലാം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആളിതാ വേഗം ചായലും കുടിച്ച് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരും ഉണ്ട് കേട്ടോ ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ വൈകുന്നേരം തന്നെ പൊതുവെ ഇങ്ങനത്തെ പണികളെല്ലാം ചെയ്യാം. അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ആക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ജയാൻ കുട്ടനില്ലേ ആളിവർ നോക്കുന്ന ടൈം എൻ്റെ ഫുഡൊക്കെ കഴിയും കേട്ടോ. ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിയും. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ ജയാന് വിളിക്കാൻ കിട്ടാത്തതിൻ്റെ ഇതാട്ടോ. ആള് കയറുന്നോണ്ട് കേട്ടോ കസേരയൊക്കെ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുള്ളത്. ആളെങ്ങനെ കയറുന്നില്ല ഇതിലുള്ള. അങ്ങനെ ഇതാ നമ്മളെ കുഞ്ഞപ്പൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അതും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്. അങ്ങനെ ഇതാ തീയൊക്കെ കത്തിച്ച് അതൊന്ന് വെക്കലാട്ടോ. ഈ ഒരു ടൈമിൽ നമ്മളെ സയ്യാൻകുട്ടൻ്റെ എല്ലാം പരിപാടി ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ നടക്കുന്നത്. ഇനിതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയില്ലേ അതൊന്ന് അരച്ചെടുക്കല കേട്ടോ. അത് നല്ലപോലെ തണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കുക. ഈ വറുത്തിട്ടെടുക്കുമില്ലേ അതിൻ്റെ ടേസ്റ്റ് ഇല്ല, അതൊന്നും വേറെ തന്നെയാട്ടോ. അത് കറീൻ്റെ കാര്യം മാത്രമല്ല, അതെന്ത് കാര്യം നമ്മൾ വറുത്തിട്ട് ആ കറി ഉണ്ടാക്കുമില്ല. തേങ്ങ സാധാ അരക്കുന്നതിൽ ഇങ്ങനെ വറുത്തരച്ച കറിക്ക് വേറെ തന്നെ ടേസ്റ്റ് അല്ലേ. കുഞ്ഞപ്പത്തിനും അതേപോലെ, കുഞ്ഞപ്പം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കുഞ്ഞപ്പം എന്നാട്ടോ പറയൽ. അങ്ങനെ ഇതാ നമ്മളെ തേങ്ങയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ബീഫും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ കറിയിലെ ഇങ്ങനെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഈ കറിയിലേക്ക് ഈ തേങ്ങയും കൂടി വറുത്തരച്ച് തേങ്ങക്കറിയില്ലേ ഇതിങ്ങനെ കൂട്ടാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഞാൻ കുഞ്ഞപ്പത്തിന് വേണ്ടിയിട്ട് ആക്കിയതാണ് ഇത്. ഇനി ആ കുക്കർ മാറ്റിയിട്ട് ഞാൻ വേറൊരു വലിയ പാത്രം വെക്കലാട്ടോ. നമുക്കിതിൽ നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള കുഞ്ഞപ്പം കൂടി ഇടാനുള്ളതല്ലേ, അതുകൊണ്ട് ഇതാ വേറൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മളെ കറിയെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് തേങ്ങ അരച്ച് വറുത്ത തേങ്ങ അരച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ആ ഒരു ടൈം തന്നെ നമുക്കിതിലേക്ക് നമ്മളെ കുഞ്ഞപ്പവും കൂടി ഇട്ട് കൊടുക്കണം. ആ സൈഡിലില്ലേ നമ്മളെ ജയ്യാൻകുട്ടനും കൂടി ഉണ്ട് കേട്ടോ. ആളുണ്ട് നമ്മളെ ട്രൈപോഡൊക്കെ വലിക്കലും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞപ്പം കൂടി വെന്ത് വന്നിട്ടുണ്ടേ. ഒരു പറ്റലോ ഒന്നുമില്ല കേട്ടോ. സംഭവം ഇങ്ങനെ തന്നെ ഇളക്കി വരാം. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എൻ്റെ കൈ പൊള്ളുന്നൊന്നും ഞാൻ മൈൻഡാക്കുന്നില്ല. അങ്ങനല്ല, നിങ്ങൾക്ക് കാണിച്ചു തരണ്ട. കണ്ട ഒരു പറ്റലോ ഒട്ടലോ ഒന്നുമില്ല. വേഗം ചൂട് കാരണം കേട്ടോ എനിക്കത് തൊടാൻ പറ്റാത്ത. ഇനി നമ്മളെ കറി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ കുഞ്ഞപ്പില്ലേ
ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ല, കുറച്ച് കൂടുതലില്ലേ കറി വേണം കേട്ടോ, എന്നാലും ഇത് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പക്ഷേ എനിക്കിതില്ലേ ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടമില്ലേ പിറ്റേന്ന് കഴിക്കുന്ന കേട്ടോ. പിറ്റേന്ന് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അത് കുഞ്ഞപ്പം മാത്രമല്ല, ഈ ബിരിയാണിയില്ലേ, ബിരിയാണി എനിക്ക് അങ്ങനെ കഴിക്കാനാട്ടോ ഇഷ്ടം. എന്നെപ്പോലെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കിത് ഇതേപോലെ തിളക്കാൻ വെക്കാം. അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ. അങ്ങനെ ഇതാ സംഭവം സെറ്റായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 7 മണിയാകുമ്പം തന്നെ നമ്മൾ ഫുഡൊക്കെ ആവും. പിന്നെ ഒരു സൈഡിലല്ല നമ്മളെ സയാൻകുട്ടനെ ഓരോന്ന് നോക്കല്ല കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബുക്കെല്ലാം നോക്കുന്നത്. അന്നേരം ആളെ കൂടെ ഞാനും കൂടി ഓരോന്ന് കാണിച്ചിട്ട് നിൽക്കല്ല കേട്ടോ. അങ്ങനല്ല, ഇവനല്ലാണ്ട് വിട്ടാലില്ലേ ശരിയാവൂല. നമ്മളെ നഴ്സുക്കുട്ടിയും ആര്യക്കുട്ടിയും ഒക്കെ പഠിക്കുന്നുണ്ട്. പോയിട്ടില്ലെങ്കിൽ അവരൊക്കെ ഇടങ്ങാറാക്കും. അവരെ പഠിക്കാനോ ഒന്നിനും വിടൂല. ആൾക്ക് വേണ്ടവരും ആ ബുക്കും കാര്യങ്ങളും ഒക്കെ കേട്ടാ. അതുകൊണ്ടെല്ലാം കൂടിയാണ് ഞാൻ വേഗം ഫുഡൊക്കെ ആക്കി വേഗം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കും, ഇവരെ പഠിത്തവും നടക്കും, നമ്മളെ സയാൻകുട്ടനെ നോക്കാൻ ഒരാളും ഉണ്ടാവും. അങ്ങനെ ഇയാളെ പണികളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ആള് പിന്നെ കുറച്ചൊരു വികൃതിയാട്ടോ. ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ നഴ്സ് കുട്ടിയൊക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീടക്ക് ആളെ കരച്ചലും കുരുത്തക്കേടും ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആളെ കടിക്കുന്ന കാര്യം. പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ കടിയും അടിയും കിട്ടില്ല നമ്മൾ അയരിക്കുട്ടി കേട്ടോ. പിന്നെ നമ്മളെ നഴ്സുക്കുട്ടി ആളെ അസൈൻമെൻറ്റും ആൾക്ക് എന്തെല്ലോ വർക്ക് ഉണ്ട് എന്നിട്ട് ആളതൊക്കെ ചെയ്യലാട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ആൾക്കൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പഠിത്താട്ടാ. നിങ്ങളിതൊന്നും കാര്യമാക്കണ്ട. ആള് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതുകൊണ്ടില്ലേ ഫുള്ള് കലിപ്പിലാട്ടോ. അങ്ങനെ അന്നേരം ഞാൻ വെറുതെ ആള് സോപ്പിടാൻ വേണ്ടിയിട്ട് ആള് ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണിച്ചിട്ട് വന്നിട്ട് ആളതൊന്ന് കാണിച്ച് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു വേഗം ആളത് മാറ്റി കേട്ടോ. പിന്നെ നമ്മളെ സയാൻകുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഫുഡെല്ലാം കൊടുത്ത് ആളൊന്നും ഉറക്കാനുള്ള പരിപാടി കേട്ടോ. ആളിപ്പോൾ ഉറങ്ങും കേട്ടോ. കണ്ട ആൾക്ക് പിന്നില്ലേ ഉറക്ക് വിശപ്പെല്ലാം വന്നാൽ ആളെ നിൽക്കാൻ വിടൂല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. കണ്ട കുഞ്ഞപ്പം ഒന്ന് കുറച്ചൊന്ന് തണ്ണീട്ട് കഴിക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ്. എനിക്ക് ചൂടിനാങ്കാട്ടി ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇന്നത്തെ ഞാൻ കാട്ടി പിറ്റേന്ന് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷേ ഇല്ലേ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമൊന്നും പറയാനില്ലേ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതേപോലെ ബീഫ് കറിയും അതേപോലെ തന്നെ ഇങ്ങനെ വറുത്തരച്ചിട്ട് ഈ കറി കൂട്ടാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. കുഞ്ഞപ്പം തന്നെ ഉണ്ടാക്കണമെന്നില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം ഇരുന്ന് നമ്മൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ ബൈ.